വസുവിന് ടെൻഷൻ കൂടുന്നത് കണ്ട് വിനു അവനോട് പറഞ്ഞു, എടാ, പ്രിൻസിയുടെ റൂമിൽ ചെന്ന CCTV വിഷ്വൽസ് നോക്കാമല്ലോ. അത് ശരിയാ, അതിപ്പോ നമ്മൾ എന്തു പറഞ്ഞ് ചെക്കിങ്ങിന് കയറും? അതൊന്നും നോക്കണ്ട, ഇതൊരു മിസ്സിംഗ് കേസ് ആണോന്നറിയില്ലല്ലോ. അതോ ജെന്നി എവിടെയെങ്കിലും പോയതാണെങ്കിലോ? നോ, നെവർ. ഞങ്ങളോട് പറയാതെ അവൾ എങ്ങും പോകില്ല. അനിയും തനിയും ഉറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ പിന്നെ വസു ആലോചിച്ചു. സോഫി ടീച്ചർ. 3 പേരും ഒരുപോലെ പറഞ്ഞു. ആ, അത് നല്ല ഐഡിയ ആണ്. വാ, സ്റ്റാഫ് റൂമിൽ നോക്കാം. അവർ 4 സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. സോഫി ടീച്ചറും കിഷോർ സാറും കാര്യമായ ചർച്ചയിലാണ്. അനിയെ കണ്ടതും കിഷോർ അറിയാതെ ചുണ്ടിലൊന്ന് തലോടി. പെട്ടെന്ന് സ്ഥലകാലബോധം വീണതുപോലെ അവൻ കൈമാറ്റി ഗൗരവത്തിലിരുന്നു. ടെക്സ്റ്റ് എടുത്ത് മുഖം മറച്ചു പിടിച്ചു. അവർ അതൊന്നും ശ്രദ്ധിക്കാതെ സോഫി ടീച്ചറുടെ അടുത്തേക്ക് പാഞ്ഞു. എന്തോ ഉണ്ടല്ലോ. കിഷോർ കാതു കൂർപ്പിച്ചു. ടീച്ചർ. വസു ടെൻഷൻ കൊണ്ട് വിളിച്ചപ്പോൾ കാറ്റ് മാത്രമാണ് പുറത്തേക്ക് വന്നത്. എന്താ വസുദേവ്? അവർ വെപ്രാളത്തോടെ എണീറ്റു. ടീച്ചർ, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താടോ? ടെൻഷൻ വിട്ട് കാര്യം പറ. എന്താ പറ്റിയത്? അത് ടീച്ചർ, ഞങ്ങളുടെ ജെന്നിയെ കുറച്ചു നേരമായി കാണുന്നില്ല. വാട്ട്? അവരുടെ ഒച്ച പൊന്തി. ടീച്ചർ പ്ലീസ് പതിയെ. കിഷോർ ഞെട്ടലോടെ എണീറ്റ് അവരുടെ അടുത്തേക്ക് നീങ്ങി. എന്താ പ്രോബ്ലം? അത് സാർ, ജെന്നി മിസ്സിംഗ് ആണ്. ഇവരില്ലാതെ ആ കുട്ടി എങ്ങും പോകാറില്ലല്ലോ. പിന്നെ ഇന്ന് എന്താ പറ്റിയത്? കിഷോർ അനിയെ നോക്കി. ഒന്നുമില്ല, ഞങ്ങൾ ലൈബ്രറിയിൽ പോയപ്പോൾ അവൾ ചെയർമാനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയതാ. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവേട്ടൻ വന്ന് ജെന്നിയെ തിരക്കി. അപ്പോഴാ അവൾ അവിടെ ചെന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഇവിടെ മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി, പക്ഷേ കണ്ടില്ല. ഫോണിൽ വിളിച്ചു നോക്കിയോ? ആ സർ, സ്വിച്ച് ഓഫ്. കിഷോർ വല്ലാത്തൊരു ഭാവത്തിൽ സോഫിയെ നോക്കി. ടീച്ചർ, പ്രിൻസിപ്പലിനോട് പറഞ്ഞ് വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്താലോ? അത് വേണ്ട കിഷോർ. ചിലപ്പോ ആ കുട്ടി ഇവരെ പറ്റിക്കാൻ മാറി നിൽക്കുവാണെങ്കിൽ മേഡം അറിഞ്ഞ പ്രോബ്ലം ആകും. നമുക്കിത് തൽക്കാലം ഇവിടെ ആരും അറിയാതെ സെർച്ച് ചെയ്യാം. അതാകും ബെറ്ററെന്ന് തോന്നുന്നു. എന്നാ ഞാൻ മേഡം അവിടെ ഉണ്ടോ എന്ന് നോക്കി ചുമ്മാ വിഷ്വൽസ് ഒന്ന് നോക്കി വരാം. എന്തെങ്കിലും ക്ലൂ കിട്ടിയാ ഞാൻ അറിയിക്കാം. അതുപോരെ? ആ മതി ടീച്ചർ, ടെൻഷനോടെ വസു പറഞ്ഞു. അനി കിഷോറിനെ മൈൻഡ് ചെയ്യാത്തത് അവനെ കുറച്ച് വിഷമിപ്പിച്ചു. വാ, നമുക്ക് പോകാം. ഒന്നുകൂടി എല്ലായിടത്തും ഒന്ന് നോക്കാം. അനി നടന്നു കഴിഞ്ഞു. സോഫി നേരെ പ്രിൻസിപ്പലിന്റെ ക്യാബിനിലേക്ക് നടന്നു. കിഷോർ ഒട്ടും ആലോചിച്ച് നിൽക്കാതെ കുട്ടികൾക്കൊപ്പം കൂടി. ആ സമയം എലീന ആകെ ടെൻഷനിലാണ്. എന്നാലും എന്താകും അവിടെ സംഭവിച്ചത്? ആ തലതെറിച്ച പെണ്ണ് എവിടെ പോയി? ഒന്നുകൂടി പോയി നോക്കിയാലോ? നഖം കടിച്ചുകൊണ്ട് അവൾ ക്ലാസ്സിൽ നടന്നു. പിന്നെ മെല്ലെ പുറത്തിറങ്ങി. വിഷ്വൽസ് ചെക്ക് ചെയ്യുന്ന സോഫിയുടെ കണ്ണിൽ പെട്ടെന്നാണ് അതുടക്കിയത്. പമ്മി പമ്മി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്ന എലീന. ഇവളെന്തിനാ ഇപ്പൊ അവിടേക്ക് പോകുന്നത്? ഇവളാണോ ഇനി ആ കുട്ടിയെ? സോഫി വേഗം പുറത്തേക്കിറങ്ങി. വസുവിന് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. സോഫിക്ക് നെഞ്ചിനുള്ളിൽ വല്ലാത്ത ഭാരം തോന്നി. വസുവിന്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ സ്റ്റെപ്പിനരികിലേക്കോടി, കൂടെ മറ്റുള്ളവരും. അപ്പോഴേക്കും എലീന മുകളിൽ എത്തിക്കഴിഞ്ഞു. പൂട്ടിയ ഒരു റൂമിൽ നിന്നും അടക്കി പിടിച്ച സംസാരം കേട്ടതും അവൾ കാതോർത്തു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഡോറിൽ ദൂരെ മുട്ടാൻ തുടങ്ങി. അകത്തു നിന്നും അനക്കമൊന്നും കേൾക്കാഞ്ഞതും അവൾ കാതു കൂർപ്പിച്ചു. അവളുടെ ചെന്നൈയിലൂടെ വിയർപ്പൊഴുകിയിറങ്ങി. പെട്ടെന്ന് ഡോർ തുറന്നു. അവൾ അകത്തേക്ക് വീണുപോയി. ആരോ അവളെ വലിച്ചെറിഞ്ഞു പുറത്തേക്ക് കുതിച്ചു. എലീന പകച്ചുപോയി.
നടന്നതെന്താണെന്ന് മനസ്സിലാക്കും മുന്നേ നിലത്ത് കിടക്കുന്ന ജെന്നിയെ അവൾ കണ്ടു. അവൾ ഞെട്ടി പിന്നിലേക്ക് നിരങ്ങി. ഒരു നിമിഷം പകച്ച അവൾ ജെന്നിയുടെ അടുത്തേക്ക് നീങ്ങി. അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ കവളിൽ മെല്ലെ തട്ടി. എലീന! വസുവിന്റെ ദേഷ്യം നിറഞ്ഞ സ്വരം. അവൾ ഞെട്ടിപ്പോയി. നീ? കൊടുങ്കാറ്റിന്റെ വേഗതയിൽ അവർ ഒരുപോലെ അകത്തേക്ക് പാഞ്ഞു. ദേവ, ഞാനല്ല, സത്യം, ഞാനല്ല ദേവ. എലീന വിറയലോടെ പറയാൻ ശ്രമിച്ചു. മിണ്ടിപ്പോകരുത് നീ. ഇവർ നിന്നെ സംശയം പറഞ്ഞിട്ടുകൂടി ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോ ഇടി! അനി അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. അനി! തനി അവളെ പിടിച്ചു മാറ്റി. ഛേ, ഇത്രയും ദുഷ്ട മനസ്സാണ് നിന്റേതെന്ന് അറിഞ്ഞില്ല. വിനു അവളെ പുച്ഛത്തോടെ നോക്കി. എലീനയുടെ കണ്ണ് നിറഞ്ഞു. വസു നിലത്തേക്ക് മുട്ടുകുത്തി. ജെന്നി മോളെ. അവൻ അവളെ വലിച്ചെടുത്തു. അവളുടെ മയക്കം അവനിൽ സംശയമുണർത്തി. അവളെ സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖം ചുളുങ്ങി. അവൻ ഞെട്ടലോടെ എലീനയെ നോക്കി, പിന്നെ ജെന്നിയുടെ മുഖത്തേക്കും. ഒരു നിമിഷം അവൻ വിറങ്ങലിച്ചു പോയി. അവൻ അവളെ നെഞ്ചോട് അമർത്തി പിടിച്ചു. അനിക്കും തനിക്കും ഒന്നും മനസ്സിലായില്ല. വിനു പുറത്തേക്കോടി. ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് തിരിച്ചു വന്നു. വസു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തന്നെ ഇരിക്കുന്നത് നോക്കി നിന്ന സോഫിക്ക് ഡൗട്ട് തോന്നി. കിഷോർ അവരെ നോക്കി. അവർ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. സോഫി ദേവനെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. മോളെ ജെന്നി. വസു കണ്ണുകൾ നിറച്ചു വിളിച്ചു. അവന്റെ തലച്ചോറിലൂടെ എന്തൊക്കെയോ പായുന്നുണ്ട്. അവന്റെ മുഖം അത് വിളിച്ചു പറയുന്നുമുണ്ട്. അനിയും തനിയും അവനൊപ്പം ഇരുന്നു. ഒന്നുമില്ല ദേവേട്ടാ. വിനുവിന്റെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി തനി അവളുടെ മുഖത്തേക്ക് തളിച്ചു. പക്ഷേ അവൾ കണ്ണു തുറന്നില്ല. ടീച്ചർ, എനിക്കെന്റെ ജെന്നിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിപ്പോ ഇവിടെ ആരും അറിയാതെ. വിനു ചുറ്റും നോക്കി. ടീച്ചർ, ഈ അലമാര പഴയതല്ലേ? ആ, ഫയൽസൊക്കെ വെച്ചിരുന്നതാ. എങ്കിൽ സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് ജെന്നിയെ ഇതിൽ വെച്ച് പുറത്തു കൊണ്ടുപോവാം. ആ, അത് മതി. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു. അലമാര നന്നാക്കാൻ എന്ന പേരിൽ ജെന്നിയെ ഉള്ളിലാക്കി അവർ പുറത്തേക്കെടുത്ത് നടന്നു. എലീനയുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളി ഉരുണ്ടിറങ്ങി. ടീച്ചർ, സത്യമായും ഞാനല്ല ജെന്നിയെ. മിണ്ടരുത്. ഞാൻ കണ്ടതാ എൻ്റെ ഈ കണ്ണുകൊണ്ട് താൻ പമ്മി പമ്മി മുകളിലേക്ക് വരുന്നത്. ഇനിയും എന്താണ് സ്ഥാപിക്കുന്നത്? കണ്ടതിനും അപ്പുറം ഒന്നുമില്ലല്ലോ. വാ ഇങ്ങോട്ട്. ഇതിന് പണിഷ്മെന്റ് തന്നില്ലെങ്കിൽ നീ ഇനി ഇത് ആവർത്തിക്കും. ടീച്ചർ, സത്യമായി ഞാനല്ല. ടീച്ചർ എന്നെ വിശ്വസിക്ക് പ്ലീസ് ടീച്ചർ. അവളുടെ ഒരു അഭിനയം അടിച്ച് കാരണം പുകയ്ക്കണം. അനി ദേഷ്യത്തോടെ പറഞ്ഞു. വേണ്ട, പരസ്പരം കൈവച്ചുള്ള ഒരു കളിയും വേണ്ട. എന്തായാലും ആ കുട്ടിക്ക് ബോധം വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. സോഫി പറഞ്ഞുകൊണ്ട് നടന്നു. എലീനയെ സൂക്ഷിച്ചു നോക്കി അനിയും തനിയും ഇറങ്ങി. കുറച്ചു സമയം കരഞ്ഞിരുന്ന എലീന കണ്ണുകൾ തുടച്ച് പുറത്തേക്കിറങ്ങി. പിന്നെ അകത്തേക്ക് നോക്കി. ഇതിനു പിന്നിൽ ആരായാലും ഞാൻ കണ്ടെത്തിയിരിക്കും. അവൾ സ്റ്റെപ്പ് ഇറങ്ങി നടന്നു. അടുത്ത റൂമിന്റെ ഇരുളിന്റെ മറവിൽ 2 കണ്ണുകൾ ക്രൂരമായി തിളങ്ങി. ശ്രീ. ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് നോക്കി ആലോചിച്ചു നിൽക്കുന്ന അവനെ പിന്നിൽ നിന്നും ഹരി വിളിച്ചു. ആ, എന്താടാ, മരുന്നെന്തെങ്കിലും? വേണ്ടടാ, ഇന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ആണോടാ? ശ്രീയുടെ കണ്ണ് നിറഞ്ഞു. ആണടാ, നീ ഇങ്ങനെ വിഷമിക്കാതെ. ഇനി എല്ലാം റെഡിയാകും. ആക്കും നമ്മൾ. ആ, പിന്നെ. ശ്രീ കണ്ണീരിലൊന്ന് ചിരിച്ചു. ഒരു ഹോം ഓക്സിജൻ മെഷീൻ വാങ്ങിവെക്കുന്നത്
നന്നായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. അച്ഛന് ശ്വസിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കുമെന്ന്. നമുക്ക് വാങ്ങാടാ. ഇനി എൻ്റെ അച്ഛന് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്ന നിമിഷം വരെ ഇനി എൻ്റെ അച്ഛൻ സന്തോഷം മാത്രം എന്താണെന്നറിയണം. അച്ഛൻ്റെ കണ്ണടയും മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ശ്രീ ഗൗരവത്തിൽ പറഞ്ഞു. ഏട്ടാ, പാറു അവിടേക്ക് വന്നതും ഹരിയുടെ മുഖം തിളങ്ങി. അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു. കുറച്ച് മെഡിസിൻ വാങ്ങാനുണ്ട്. ഞാൻ പോയി വാങ്ങി വരാം. ഏട്ടൻ ഒന്നങ്ങോട്ട് ചെല്ലോ. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. മോൾ അതിങ്ങ് തന്നേ. എന്നിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുക കേട്ടോ. ഏട്ടൻ വാങ്ങിക്കോളാം ഇതൊക്കെ. അതേട്ടാ, ഏട്ടൻ്റെ കയ്യിൽ അവൾ മടിച്ചു ചോദിച്ചു. അവനൊന്ന് ചിരിച്ചു. ഇല്ല, ഒന്നുമില്ല. തൽക്കാലം ദേ ഇവനെ പിഴിയാനാ എൻ്റെ ഉദ്ദേശം. പക്ഷേ ഉടനെ തന്നെ തിരിച്ചു കൊടുക്കും. മുതലും പലിശയും ചേർത്ത് കൊടുക്കും. മോള് കണ്ടോ? അവൾ ചിരിച്ചു. അവൻ ഹരിയുടെ തോളിൽ കൈയിട്ട് ഫാർമസിയിലേക്ക് നടന്നു. മെഡിസിൻ വാങ്ങി തിരികെ വരുമ്പോഴാണ് ഒരു പെൺകുട്ടിയും എടുത്ത് ഒരു പയ്യൻ ഓടി അകത്തേക്ക് കയറുന്നത് അവർ കണ്ടത്. ശ്രീയും ഹരിയും എന്താണെന്ന് നോക്കി നിന്നു. കൂടെ പോകുന്ന 2 ചെറുപ്പക്കാരെ അവർ നോക്കി. 3 പേർക്കും നല്ല ടെൻഷനുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ നിൽക്കുമ്പോൾ ആഞ്ഞു വീശിയ കാറ്റിൽ പെൺകുട്ടിയുടെ മുഖം മറച്ചു കിടന്ന മുടി മാറിയതും ശ്രീയുടെ മുഖം ചുരുങ്ങി. ഇതാ കുട്ടിയല്ലേ? ഇവൾക്ക് എന്താ പറ്റിയത്? ശ്രീയുടെ മുഖത്തെ സംശയം ഹരി ശ്രദ്ധിച്ചു. എന്താടാ, നിനക്കറിയോ ഈ കുട്ടിയെ? അവൻ അപ്പോഴാണ് പയ്യനെ ശ്രദ്ധിക്കുന്നത്. ഹരി, ഇതവരാ. ഞങ്ങളന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയും രക്ഷിക്കാൻ വന്ന പയ്യനും. നമ്മുടെ പാറുവിൻ്റെ. അപ്പോഴാണ് ഹരിയും ജെന്നിയെ ശ്രദ്ധിക്കുന്നത്. തന്നോട് ചിരിയോടെ സംസാരിച്ച പൂച്ചക്കണ്ണുകൾ ഉള്ളൊരു പ്രസരിച്ച മുഖം അവൻ്റെ ഓർമ്മയിൽ ഓടിയെത്തി. നീ വാ, നോക്കാം. ഹരിയും ശ്രീയും അവരുടെ പിന്നാലെ ഓടി. ഹലോ, ഞാൻ പാർവതിയുടെ ബ്രദറാണ്. ഈ കുട്ടി? കിഷോറിനെ പിടിച്ചു നിർത്തി ശ്രീ ചോദിച്ചു. ആ, അതെ, നിങ്ങൾ ഉദ്ദേശിച്ച കുട്ടി തന്നെ. ഈ കുട്ടി കുറച്ച് സമയം കോളേജിൽ ഒരു റൂമിലായിപ്പോയി. ഇരുട്ട് പേടിയാണെന്ന് തോന്നുന്നു. കോൺഷ്യസ് ആകാത്തത് കാരണം കൊണ്ടുവന്നതാ. ഹരി അപ്പം തന്നെ റൂമിലേക്ക് പോയി പാർവതിയെ കൂട്ടി വന്നു. സർ, എന്താണ് സർ? ഒന്നുമില്ലടോ. കിഷോർ വിവരങ്ങൾ പറഞ്ഞു. പാർവതി വേഗം അകത്തേക്ക് കയറി. വസു അപ്പോഴേക്കും പുറത്തേക്ക് വന്നു. ഹാ ഡോ, താൻ അച്ഛൻ എങ്ങനെയുണ്ട്? അവൻ ആ ടെൻഷനിടയിലും ചോദിച്ചു. കുഴപ്പമില്ല, ഡിസ്ചാർജായി. എന്താ ദൈവട്ട പ്രശ്നം? കിഷോർ സാർ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു തൊട്ടാവാടി പെണ്ണല്ല എൻ്റെ ജെന്നി. കാര്യം ഞാൻ പറയാടോ. എന്തായാലും ഡോക്ടർ എന്താ പറയുന്നത് എന്നറിയട്ടെ. കുറച്ച് കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു. ഇതിൽ ആ കുട്ടിയുടെ റിലേറ്റീവ് ഞാനാണ് ഡോക്ടർ. വസുദേവ് മുന്നിലേക്ക് നീങ്ങി. എൻ്റെ ക്യാബിനിലേക്കൊന്ന് വരൂ. അവർ നടന്നതും പാർവതിയും ഒപ്പം നടന്നു. ഇരിക്കൂ, അവരെ കണ്ട ഡോക്ടർ പറഞ്ഞു. ഇരുവരും ഡോക്ടറെ മുന്നിലിരുന്നു. ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കേസാണ്. ഡോക്ടർ? അതേ കുട്ടി. ആ കുട്ടിയുടെ ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തിവെച്ചിരിക്കുകയാണ്. അതും ഹൈ ഡോസ്. വസുവും പാറുവും ഞെട്ടിപ്പോയി. പിന്നെ ഇതൊരു പെൺകുട്ടി ചെയ്തതല്ല, ഇതൊരു റേപ്പ് അറ്റംപ്റ്റ് ആണ്. പാറു ഞടുങ്ങിപ്പോയി. തൻ്റെ സംശയം ശരിയായിരുന്നു എന്ന ഭാവമാണ് വസുവിൻ്റേത്. ബട്ട് ആ കുട്ടിക്ക് ഭാഗ്യമുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനുള്ള ടൈം അവർക്ക് കിട്ടിയില്ല എന്ന് വേണം കരുതാൻ. നിങ്ങൾ എന്താണ് കണ്ടത്? സത്യം പറയണം. ആരെയും രക്ഷിക്കാൻ ശ്രമിക്കരുത്. ഡോക്ടർ, ഞാൻ കണ്ടതാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ജെന്നിയുടെ നെഞ്ചിൽ കണ്ട
നഖത്തിന്റെ പോറൽ. അതാണ് എന്നെ കൺഫ്യൂഷനാക്കിയത്. വിളിച്ചിട്ടും വെള്ളം കുടഞ്ഞിട്ടും കോൺഷ്യസ് ആകാത്തത് എന്നെ ഭയപ്പെടുത്തി. അതാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇത് കോളേജിൽ വച്ചുള്ള സംഭവമായിട്ട് പോലും ആരെ അറിയിച്ചിട്ടില്ല. മാഡം പ്ലീസ്, ഇതൊരു ഇഷ്യൂ ആക്കരുത്. എൻ്റെ വീട്ടുകാർ ഇതറിഞ്ഞ ഞങ്ങളുടെ ബന്ധം ഒരിക്കലും അവർ അംഗീകരിക്കില്ല. എനിക്കവളെ ഒന്നിൻ്റെ പേരിലും നഷ്ടപ്പെടാൻ വയ്യ ഡോക്ടർ. ഇപ്പം തന്നെ എൻ്റെ മാരേജ് ഏതാണ്ട് ഉറപ്പിച്ച മട്ടില്ല, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളുമായി. ഇതറിഞ്ഞ അച്ഛൻ മറ്റു പലതും കാരണമായി കണ്ടെത്തും. എൻ്റെ ചെന്നിയെ മോശമായി പോലും ചിലപ്പോൾ ഞാൻ കണ്ടെത്തിക്കോളാം. ഇതിന് പിന്നിൽ ആരായാലും ഞാൻ വിധിക്കും അവർക്കുള്ള ശിക്ഷ. ഡോക്ടർ, ഇത് പോലീസിനെ അറിയിക്കരുത് പ്ലീസ്. അവൻ്റെ കണ്ണ് നിറച്ചുള്ള യാചന അവർക്ക് തള്ളിക്കളയാൻ തോന്നിയില്ല. പാർവതിയും കൈകൂപ്പി യാചിച്ചിരിക്കുന്നത് കണ്ട് അവർ തലയാട്ടി. ഓക്കെ, ബി പി ലോ ആയതാണ് കാരണമെന്ന് പുറത്തുള്ള എല്ലാവരോടും പറഞ്ഞാൽ മതി. ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ അവസ്ഥ മനസ്സിലായോണ്ടാണ്. താങ്ക്സ് ഡോക്ടർ. വസുവും പാറുവും നന്ദി അറിയിച്ചു. അവർ പരസ്പരം ഒന്ന് നോക്കി, പിന്നെ പുറത്തേക്കിറങ്ങി. കിഷോറും വിനുവും ഹരിയും ശ്രീയും അവരെ കാത്തു നിൽക്കുകയാണ്. അവരോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വൈകുന്നേരമാകുമ്പോഴേക്ക് പോകാമെന്നും പറഞ്ഞു. എങ്കിൽ അച്ഛനെയും കൊണ്ട് ഞാൻ പോയിക്കൊള്ളാം, മോളിവിടെ നിന്നോ എന്ന് ശ്രീ പാർവതിയോട് പറഞ്ഞു. അവൾ തലയാട്ടി. അവളുടെ മനസ്സ് കലങ്ങി മറിയുകയാണ്. വസു അതിനപ്പുറം തിളയ്ക്കുകയാണ്. ആരായാലും തൻ്റെ പെണ്ണിനെ ആ രീതിയിൽ കണ്ടവന് മാപ്പില്ല. അവൻ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു. ഹരിയും ശ്രീയും അച്ഛനും അമ്മയും വീട്ടിലേക്ക് തിരിച്ചു. പാർവതി മെല്ലെ വസുവിന്റെ അടുത്തേക്ക് നീങ്ങി. ദേവേട്ടാ. ആരാ ദേവേട്ടാ നമ്മുടെ കോളേജിൽ ഇത്രയും വൃത്തികെട്ടവൻ? അറിയില്ല പാർവതി, പക്ഷേ ഇത് ഞാൻ കണ്ടെത്തും. ഒരു പെൺകുട്ടിയോടും ഇനി അവൻ ഇങ്ങനെ ചെയ്യില്ല. അവന്റെ മുഖം വലിഞ്ഞു മുറുകി. എനിക്ക് പേടിയാകുന്നു ദേവേട്ടാ. പേടിക്കണ്ട. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ച നമ്മൾ എന്താണ് ചെയ്യുക? ആ ഭാഗം നീക്കം ചെയ്യും, അല്ലേ? അത്രയുള്ളൂ ഇവിടെയും. പേ പിടിച്ച ചെന്നായ ആട്ടും തോലിട്ട് നടക്കുന്നെങ്കിൽ അവനെ നമ്മൾ ഇല്ലാതാക്കും എന്നേക്കുമായി. വസുവിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. പാർവതി അവന്റെ കയ്യിൽ പിടിച്ചു. അവളുടെ മുഖത്തും അതേ ഭാവം കടന്നു വന്നു. അതെ, അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ ഇനി അവൻ വേണ്ട, അവളും ഉറപ്പിച്ചു. വീട്ടിലെത്തിയ ശ്രീ അച്ഛനെ കയ്യിലെടുത്ത് റൂമിലേക്ക് നടന്നു. അയാൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കരയരുതെന്ന്. ഇത് സന്തോഷം കൊണ്ടാ മോനെ. അങ്ങനെയാണെങ്കിൽ ഇനി ഈ കണ്ണ് തോരില്ലല്ലോ അച്ഛാ. ഹരിയുടെ കമന്റ് കേട്ട് അയാൾ പുഞ്ചിരിച്ചു. അയാളെ ബെഡിലേക്ക് കിടത്തി ഓക്സിജൻ മാസ്ക് സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ശ്രീ എണീറ്റു. അല്പസമയം റെസ്റ്റ് എടുക്കുക കേട്ടോ. ഞാൻ ഹരിയോടൊപ്പം ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമേ. എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കണം. പഠിക്കേണ്ട സമയത്ത് അത് ചെയ്യാത്തത് കൊണ്ട് ഇനിയിപ്പോ കൂലിപ്പണിക്ക് പോകേണ്ടി വരും. സാരമില്ലല്ലേ, കൂലി കിട്ടുന്ന എന്ത് പണിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതല്ലേ ശ്രീ? ഞാൻ നോക്കട്ടെ ഒരു ടാക്സി കിട്ടുമോന്ന്. ടാക്സി തന്നെ വേണം എന്നില്ല ഹരി, ഓട്ടോ ആയാലും മതി. ഇനി എനിക്ക് ഒന്നേന്ന് ജീവിച്ചു തുടങ്ങണം. എൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കണം. എൻ്റെ പാറുവിനെ ആണൊരുത്തൻ്റെ കയ്യിലേൽപ്പിക്കണം. ശ്രീ അത് പറഞ്ഞതും ഹരിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൻ നിസ്സഹായനായി നിന്നു. മനോഹരൻ്റെ മുഖം വല്ലാണ്ടായി. എല്ലാറ്റിനും നീ വേണം എൻ്റെ കൂടെ.
ശ്രീഹരിയെ നോക്കി. അവൻ യാന്ത്രികമായി തലയാട്ടി. ജെന്നിയുടെ അടുത്തിരിക്കുകയാണ് വസു. അവൾ മെല്ലെ കണ്ണുകൾ ചിമ്മുന്നത് കണ്ടതും അവന് സമാധാനം തോന്നി. അവൻ പാറുവിനെ നോക്കി. അവൾ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ജെന്നിയുടെ കൃഷ്ണമണികൾ ഉരുളുന്നത് കണ്ടതും അവൻ കവിളിൽ തട്ടി. ജെന്നി. അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. അവൾക്ക് തലയ്ക്ക് ഭാരം അനുഭവപ്പെട്ടു. ദേവന്റെ സ്വരം കേട്ടതും അവൾ പ്രയാസപ്പെട്ട് തന്നെ തലചിരിച്ചു. ഒന്ന് പുഞ്ചിരിച്ചു. അത് വിളറിപ്പോയി. അവന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ദേവേട്ടാ. അവളുടെ ചുണ്ടുകൾ വിടർന്നു. എന്താടാ? അവൻ അവളുടെ തലയിൽ തഴുകി. അവളുടെ നെറുകയിൽ അവൻ ചുണ്ടുകൾ പതിപ്പിച്ചു. ജെന്നി, നിനക്കെന്താ പറ്റിയത്? പാറു ടെൻഷൻ സഹിക്കാൻ കഴിയാതെ ചോദിച്ചു. എനിക്ക് എന്ത് പറ്റാൻ? ജെന്നി ആലോചിച്ചു. നിനക്കെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ജെന്നി? അവളൊന്ന് കണ്ണടച്ചു തുറന്നു. ദേവനെ നോക്കി. എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആഗ്രഹം അവന്റെ കണ്ണിലും അവൾ കണ്ടു. അവൾ സംഭവിച്ചത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവൾക്ക് പറയാനുള്ളത് എന്താണെന്നറിയാൻ അവർക്ക് അത് ഓർത്തു നിന്നു. ഈ സ്റ്റോറി ഫോളോ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ന്യൂ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ ഷോർട്ട് സ്റ്റോറീസ് ഇടാനാണ് ഇപ്പം എൻ്റെ തീരുമാനം. ഈ ചാനൽ മോണി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ന്യൂ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. സ്റ്റോറീസ് ഓഫ് ദേവതീർത്ഥ എന്നാണ് നമ്മുടെ ന്യൂ ചാനലിൻ്റെ പേര്. നിങ്ങൾ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.